നമ്മുടെ നാട്ടിൽ ഈ അടുത്താണ് നടന്നിട്ടുള്ളത്. 1500 വർഷം മുൻപ് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെതിരെയുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നായിരുന്നു. അവിടുന്ന് വർണ്ണത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ അവസ്ഥകളുടെ പേരിൽ ഒരാളെ ആ രീതിയിൽ അഭിസംബോധന ചെയ്യുക എന്നതിനെ വിരോധിക്കുകയും അതിനെ നിരോധിക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ സംഭവത്തിലൂടെ ദർശിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാലത്തേക്കും ആവശ്യമായ അത്തരത്തിലുള്ള ആശയങ്ങളെ പ്രസരണം ചെയ്യുകയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ നമ്മുടെ സ്നേഹലോകത്ത് നിന്ന് നമ്മൾ ഈ ആശയങ്ങളെ ഏറ്റെടുക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് നമ്മുടെ മക്കളാണ്, നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ കുടുംബമാണ്, നമ്മുടെ പരിസരമാണ്. നിങ്ങൾ നോക്കൂ, മാലിന്യം എന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ്. ഈ അടുത്താണ് അമ്പായത്തോടെന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത പ്രദേശം, ആ പ്രദേശത്തുണ്ടായ വലിയ തീവെപ്പും ഒരു മാലിന്യ നിർമ്മാർജ്ജനശാലയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വന്നത്. കേരളം എങ്ങനെയൊക്കെ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ കേരളത്തിൽ ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി അവശേഷിക്കുന്നത് ഈ മാലിന്യ നിർമ്മാർജ്ജനം. അതിലാണ് ഇന്നും നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം പിറകിൽ നിൽക്കുന്നത്. അവിടെ നമുക്ക് ഓരോ പൗരരെന്ന അർത്ഥത്തിൽ, നമുക്ക് സർക്കാരിനെ മാത്രമല്ല അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ടത്, പൗരരെന്ന അർത്ഥത്തിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. മാലിന്യ അത് എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്, അത് ഓരോ വ്യക്തിയും അനാസ്ഥ കാണിക്കുമ്പോൾ അതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ എന്താണ് എന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോഴിക്കോട് ഈ അടുത്താണ് ഫുഡ് സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്തത്, കഴിഞ്ഞ ദിവസമാണ്. കോഴിക്കോട് കടപ്പുറത്ത് ബീച്ചിൽ ഫുഡ് സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്തു. ഇന്നും ഇന്നലെയൊക്കെയായി സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ചയാകുമ്പോഴേക്കും ആ ഫുഡ് സ്ട്രീറ്റിൽ സർക്കാർ തന്നെ സ്ഥാപിച്ചിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതൊന്നും അവിടെ വരുന്ന ആളുകൾ ഉപയോഗിക്കാതെ അവിടെ ആകെ മാലിന്യത്താൽ നിറച്ച അതിൻ്റെ കാഴ്ചകളാണ് ഇങ്ങനെ വീഡിയോയായി, റീൽസായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് നമ്മോട് പറഞ്ഞു തരുന്നത്? നമ്മുടെ ഉത്തരവാദിത്തത്തെ, ഒരു പൗരൻ എന്ന അർത്ഥത്തിലുള്ള നമ്മുടെ ധർമ്മത്തെ നമ്മൾ യഥാവിധി പാലിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ പരിസരം മലിനമായിക്കൊണ്ടിരിക്കുന്നത്. ആ പാരിസ്ഥിതികമായ മലിനീകരണം, പരിസരത്തെ മലിനപ്പെടുത്തുന്നത്, അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എത്ര വലുതാണ്. യഥാർത്ഥത്തിൽ മാലിന്യം കാരണമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന 6ൽ 1 മരണവും എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. അത്രയും വലിയ ഗുരുതരമായ ഭവിഷ്യത്താണ് ഈ മലിനീകരണം എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ 3 ശാപങ്ങളെ നിങ്ങൾ പേടിക്കേണ്ടതുണ്ട്, 3 ശാപങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്. ഏതാണ് ആ 3 ശാപം? 1 വൃക്ഷത്തണലിൽ, 2 ജലസ്രോതസ്സുകളിൽ, മറ്റൊന്ന് വഴിയിൽ. ഇവിടെയൊക്കെ വിസർജിക്കുന്നവർ അവർക്ക് 3 ശാപങ്ങളെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ വൃക്ഷത്തണൽ, വഴിയരികിൽ, ജലസ്രോതസ്സുകളിൽ ഇങ്ങനെ വിസർജിച്ചുമല്ലാതെയും മലിനപ്പെടുത്തുമ്പോൾ ആ മലിനീകരണം നടത്തുന്നവർക്ക് കടുത്ത ശാപത്തിന് അവർ വിധേയരാകുന്നു എന്ന മുന്നറിയിപ്പ്, താക്കീത് നൽകുന്നത് അത് പരിസരം മലിനമാക്കുന്നവർക്കുള്ള താക്കീതാണ്. നമ്മളിവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിൻ്റെ മധുരം നമ്മൾ ഇവിടെ നുകർന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇങ്ങനെ അരുധായ്മകളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, ഒരു മലിനീകരണത്തിൻ്റെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഈ വചനം ഓടിയെത്തേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് പിന്മാറുന്നുണ്ട് എങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അങ്ങനെയാണ് പ്രവാചക സ്നേഹത്തെ പ്രകടമാക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നോക്കൂ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരു സ്വഹാബിയുടെ വീടാണ്, അവിടെ അദ്ദേഹത്തിൻ്റെ മകനെ ഇങ്ങനെ അടിക്കുകയാണ്. ആ കാഴ്ച കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, എന്തിനാണ് അടിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, എൻ്റെ കുട്ടി മണ്ണിൽ കളിച്ചതിൻ്റെ പേരിലാണ് അടിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആ അനുയായിയോട് പറഞ്ഞു, അങ്ങനെ മണ്ണിൽ കളിച്ചതിൻ്റെ പേരിൽ അടിക്കരുത്. ഫഇന്ന തുറാബ റബീഉൽ ലിസ്സബി,
മണ്ണ് എന്നത് കുട്ടികൾക്ക് വസന്തമാണ്. നിങ്ങൾ കുട്ടിയെ അതിൻ്റെ പേരിൽ അടിക്കരുത്. കാരണം മണ്ണിൽ കുട്ടികൾ യഥേഷ്ടം കളിക്കട്ടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്. മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ്. ഒരു മനുഷ്യൻ്റെ ജൈവികമായ ബന്ധം അത് മണ്ണിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത്. ആ ജൈവികമായ ബന്ധം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ വേഗത്തിൽ രോഗാതുരമാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവരുടെ പ്രതിരോധശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് പുതിയ കാലത്തെ തലമുറകൾക്ക് അങ്ങനെ പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നത് എന്നതിൻ്റെ കാരണം വൈദ്യശാസ്ത്രം പറയുന്നത് അതിലൊന്ന് അവർക്ക് മണ്ണുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു എന്നതാണ്. നമ്മുടെ മക്കൾ അവർ മണ്ണിൽ അധികമൊന്നും കളിക്കാതെ ചെളി പുരളാതെ അങ്ങനെ ജീവിക്കുന്ന, അവർ സാങ്കേതിക വിദ്യകളുടെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രത്യേക പരിസരത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജൈവികമായ ബന്ധം നഷ്ടപ്പെടുമ്പോൾ അവരുടെ പ്രതിരോധശേഷി കുറയുകയും അങ്ങനെ രോഗാതുരരായി തീരുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. അവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷം മുമ്പ് നമ്മോട് ഉണർത്തിയത് കുട്ടികൾ മണ്ണിൽ യഥേഷ്ടം കളിക്കട്ടെ എന്ന്. അതിനുശേഷം പിന്നെ ആ സ്വഹാബി ആ കുട്ടിയെ അടിക്കുന്നില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പാഠങ്ങളെ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഒക്കെ ആയിത്തീരുന്നു എന്നത്. ഇങ്ങനെ നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഈ പാഠശാലയിൽ നിന്ന് പകർന്നു കിട്ടിയ അനേകം കഥകൾ, ചരിത്രങ്ങൾ, ആശയങ്ങൾ, ദർശനങ്ങൾ, അതൊക്കെയും സിദ്ധാന്തങ്ങളായി ഇങ്ങനെ ഉപരിതലത്തിൽ ബാക്കിയാകുന്നതിനു പകരം അതെല്ലാം പ്രയോഗങ്ങളായി ഉണ്ടാകുക എന്നതുകൂടി സംഭവിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.